ഹായ് ഹലോ നമസ്കാരം. ഏവർക്കും ഒരു ചാനലിലേക്ക് ഒരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അങ്ങനെ ഇന്ന് നമ്മൾ റിലീസ് ചെയ്ത പ്രാവിൻകൂട് ഷാപ്പ് കണ്ടിട്ട് വന്നിരിക്കുകയാണ് മക്കളെ, വന്നിരിക്കുകയാണ്. യെസ്, ഇറ്റ് ഈസ് റിട്ടൺ ആൻഡ് ഡയറക്ടഡ് ബൈ ശ്രീജിത്ത് ശ്രീനിവാസൻ ആണ് എഴുതിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ സംവിധാനവും രചനാമികവും എല്ലാം അതിനകത്തുണ്ട്. അതോടൊപ്പം തന്നെ അൻവർ റഷീദിന്റെ പ്രൊഡക്ഷൻ ആൻഡ് സൗബിൻ ഷാഹിർ, ബേസിൽ ജോസഫ്, ചാന്ദിനി ആൻഡ് ചെമ്പൻ വിനോദ്. അങ്ങനെ ഒത്തിരി നല്ല നമുക്ക് ഇഷ്ടമുള്ള കഥാപാത്രങ്ങൾ, പിന്നെ റീൽസിലൊക്കെ ഉള്ള ആൾക്കാർ, യൂട്യൂബ് ചാനലിലൂടെയൊക്കെ ഫേമസ് ആയിട്ടുള്ള അടിപൊളി ആൾക്കാരൊക്കെ അതിനകത്തുണ്ട്. നല്ല നല്ല കോമിക്കും അത് നല്ല കോമഡിയൊക്കെ ആയിട്ട്, അതായത് വളരെ സീരീസിലൂടെ കടന്നു പോകുമ്പോഴും നമ്മളെ മനസ്സറിഞ്ഞ് ചിരിപ്പിക്കുന്ന, ദ്വയാർത്ഥ പരാമർശമൊന്നുമല്ല, നമ്മളെ മനസ്സറിഞ്ഞ് ചിരിപ്പിക്കുന്ന കുറേയധികം സ്റ്റേറ്റ്മെന്റുകൾ അതിനകത്തുണ്ട്. അങ്ങനെ നന്നായിട്ടുണ്ട്. പിന്നെ ബേസിൽ ഒരു രക്ഷയില്ല, അയാൾ ഇങ്ങനെ ആവണം ഒരു നടൻ. അയാളൊരു ഫാന്റാസ്റ്റിക് ആക്ടറായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ഓരോ ക്യാരക്ടറും അയാൾ ഓരോ കണ്ടുപിടുത്തങ്ങളാണ്. അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ്, സ്റ്റൈല്, നടത്തം, ഓരോ പച്ചമലത്ത് പറഞ്ഞ ചേഷ്ടകളൊക്കെ ഉണ്ടല്ലോ, നമ്മളെ വല്ലാതെ കൊതിപ്പിച്ച് കളയും. അതുപോലെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു നായകൻ, ഒരു നടൻ, അത് പോലീസ് ആയാലും അഡ്വക്കേറ്റ് ആയാലും വില്ലൻ ആയാലും എന്ത് കുന്തോ ആയിക്കോട്ടെ, സൂക്ഷ്മദർശിനി കണ്ട ബേസിലല്ല. അതിൽ ഒരു സാധനം പോലും ഇതിനകത്ത് അദ്ദേഹം കോപ്പി ചെയ്തിട്ടില്ല. അതാണ് വേണ്ടത്. റെപ്പറ്റീഷൻ അടിക്കുന്നേ ഇല്ല ബേസിൽ. സോ എന്തായാലും അത് സൂപ്പർ. അതായത് ശരിക്കും പറഞ്ഞ ഒരു നായകൻ അല്ലെങ്കിൽ ഒരു നടൻ എന്ന നിലയിൽ സിഗ്നേച്ചർ ഇട്ട് കഴിഞ്ഞു മലയാള സിനിമ. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. സോ അതവിടെ നിൽക്കട്ടെ. എല്ലാവരും നല്ല പെർഫോമൻസ് ആണ്. ക്യാരക്ടേഴ്സ് ഒക്കെ ഇപ്പൊ എല്ലാവരും എനിക്കൊന്ന് ഇൻബോൺ ആക്ടേഴ്സ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ഓരോ പടത്തിലും എടുത്തു വെച്ചിരിക്കുന്ന അങ്ങനെയുള്ള മികവുറ്റ ആൾക്കാരെയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. സോ പ്രാവിൻകൂട് ഷാപ്പ് വ്യത്യസ്തമല്ല. അതിന്റെ വില്ലനായിട്ട് അഭിനയിച്ചിരിക്കുന്ന മനുഷ്യരുണ്ട്. ഗംഭീരങ്ങളുടെയൊക്കെ സത്യത്തിൽ അതിനകത്തൊരു ഡയലോഗ്, ഇതിന്റെ വില്ലൻ ഇച്ചിരി പെണ്ണിനോട് ആസക്തി ഉള്ളവനാണ്, പെണ്ണുങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ ആരാധകരായി പോകുമെന്ന് അതിനകത്ത് നായിക കഥാപാത്രം പറയുന്നുണ്ട്. സോ അത് ശരിക്കും കറക്റ്റ് തന്നെയാണ്. അദ്ദേഹം ആ ഒരു സ്റ്റൈൽ അതിനകത്ത് അഭിനയിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്തുള്ള ഈ ഷാപ്പിന്റെ ആംബിയൻസ് ഒരു ഫാമിലി ഷാപ്പാണ്. അതോടൊപ്പം തന്നെ അത് എടുത്തു വെച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ, സിനിമാറ്റോഗ്രാഫി വിഷ്ണു വിജയനാണ്, മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ ഗംഭീരം, ചേസിങ്, അതോടൊപ്പം തന്നെ ചേസിങ് എന്ന് പറയാൻ പറ്റില്ല, അതിനകത്ത് ബൈക്ക് റൈഡിങ് ഒക്കെ ഉണ്ട്. ഈ ബേസിലിന്റെ അടിപൊളിയായിട്ടുണ്ട്, അതൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ തൃശ്ശൂർ ആയിട്ടുള്ള ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഉൾഗ്രാമത്തിലാണ് നടക്കുന്നത്, അതുകൊണ്ട് തൃശ്ശൂർ സ്ലാങ് ഒക്കെ ഉണ്ട് അതിനകത്ത്. സോ ഒരു നല്ല ഷാപ്പിൽ നടക്കുന്ന ഒരു ക്രൈമിന്റെ തുടക്കം തന്നെ ക്രൈമായിട്ടാണ്. തുടക്കം ഞാൻ സ്പോയിലർ പറയുന്നില്ല, എന്നാലും ക്രൈമാണ്, ക്രൈം ത്രില്ലറാണ്, മിസ്റ്ററിയാണ്. അത്യാവശ്യം സസ്പെൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് പടം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ എനിക്കതിൽ ഇഷ്ടപ്പെടാഞ്ഞതിന്റെ ക്ലൈമാക്സ് ആണ്. തുടക്കമേ ഞാൻ പറയാലോ, ഒടുക്കം കൊണ്ട് നശിപ്പിച്ചു കളഞ്ഞു. ഈ പറയുന്ന പോലെ ഗണപതി എന്തോ അതിനൊരു പേരുണ്ടല്ലോ, കല ഉടച്ച് കളയാന്ന് പറയുന്ന പോലെ ഈ പ്രാവിൻകൂട് ഷാപ്പ് എന്ന പേര് അന്വർത്ഥമായി പോയി. അത് കൂട്ടി കയറുന്നതിന് മുമ്പ് പറന്നുപോയത് സത്യം, സീരിയസ്ലി. എന്നാ അവസാനം മോശമാണെന്ന് പറയാനില്ല, പക്ഷെ ഓരോ കരുക്കളും മനോഹരമായിട്ട് ഫ്രം ദി ബിഗിനിങ് എടുത്ത് വെച്ചിട്ട് ഇന്ന കരുക്കൾ എന്നൊക്കെ എടുത്തൊക്കെ വെച്ചിട്ടേ അവസാനം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളെ വല്ലാതെ അങ്ങോട്ട് ഗു ആക്കി കളഞ്ഞു ആ ഒരു ക്ലൈമാക്സ്. എന്താണ് ശ്രീജിത്ത് ഇങ്ങനെ നിങ്ങൾ കാണിച്ചു കളഞ്ഞത്? നിങ്ങൾ മോശമായിപ്പോ ഇങ്ങനെ കാണിച്ചത്. ആക്ടേഴ്സിനെ കുറിച്ചും ആക്ട്രസസിനെ കുറിച്ചും ഒന്നും പറയാനില്ല. അത് ആക്ട്രസായിട്ട് അഭിനയിച്ച ചാന്ദിനിയും ലേഡി എന്താ പറയാ, നിങ്ങൾ തൂക്കി സാധനം, പൊളി സാധനമാണ് അവര് കേട്ടോ, ഒന്നും പറയാനില്ല. ആ സ്ത്രീ, ഞാൻ ഉദ്ദേശിച്ച നടി അവർ തന്നെയാണെങ്കിൽ അവർ ഗംഭീരമായിട്ടുള്ള തിരിച്ചുവരാണ് മലയാള സിനിമ നിറച്ചത്. മലയാള സിനിമയ്ക്ക് ഒരു മുതൽക്കൂട്ടാവും ഇങ്ങനെയുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള വേഷമാണെങ്കിലും അതിനകത്ത് രണ്ടും കൂടെ ചേർത്തിട്ടുണ്ട്. കോമഡി ബേസിലിന് പറ്റിയൊരു കോംബോയാ അവര്. സോ സൗബിനെ കുറിച്ചൊന്നും തന്നെ പറയാനില്ല. പക്ഷെ എനിവേ എന്തായാലും പടം ഒരു ആവറേജ് വെച്ച് എബോവ് ആവറേജ് നമുക്ക് കൊടുക്കാമെങ്കിൽ പോലും ക്ലൈമാക്സ് ആണല്ലോ എല്ലാത്തിന്റെ ഒരു പഞ്ചെന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരുമാതിരി വെറും സോ കോൾഡ് ഒരു കോമൺ നോർമൽ ക്ലൈമാക്സ് ആക്കി കളഞ്ഞ രീതിയിൽ ഈ പടം എടുത്തു വെച്ചിരിക്കുന്ന ഒരു വേറെ സ്റ്റൈലില്ല. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഷാപ്പ്, ഇതിലെ സിനിമ അഭിനയിച്ചിരിക്കുന്നവരുടെ ഡയലോഗ് റെൻഡറിങ്, പിന്നെ തിരക്കഥയുടെ ഒരു രീതി പോകുന്നത്, ഓരോ ഇതിലെ ഓരോ ട്വിസ്റ്റുകൾ വന്നിരിക്കുന്നത് നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലാണ്. സോ എന്താ പറയുന്നത്, അതെ, പ്രതീക്ഷിക്കാത്ത രേഖാചിത്രത്തിൽ നമ്മൾ പലയിടത്തും പ്രതീക്ഷ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പ്രാവിൻകൂട് ഷാപ്പില്, ഇത് മിസ്റ്ററി ആയതുകൊണ്ടാണ് ഞാൻ കമ്പയർ ചെയ്ത്, പ്രാവിൻകൂട് ഷാപ്പിനെ സംബന്ധിച്ചിടത്തോളം പലയിടത്തും നമ്മൾ പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റിംഗും ടേണിങ്ങും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മളെങ്ങനെ ഭയങ്കര ഗൂസ്ബംസും കാര്യങ്ങളും തരത്തിലുള്ള സംഭവങ്ങളൊന്നും ഇതിനകത്ത് ഉണ്ടാക്കി വെച്ചിട്ടില്ലെങ്കിൽ പോലും വളരെ ഡീസന്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ്, വ്യത്യസ്തമായിട്ടുള്ള ഒരു സിനിമയാണ്. മറ്റു സിനിമകളെ കോപ്പി അടിച്ചാൽ നമുക്ക് ഫീൽ ചെയ്യത്തില്ല. ബട്ട് ഇസ് ദയർ.
ബട്ട് ഈസ് ദയർ. യെസ്, ക്ലൈമാക്സ് കൊണ്ട് കുളവാക്കി കളഞ്ഞു മക്കളെ. എനിക്ക് അത്ര മാത്രമേ ഈ സിനിമയെ കുറിച്ച് ഒരു എതിരഭിപ്രായമുള്ളൂ. ബാക്കി വെച്ച് നോക്കുവാണെങ്കിൽ എല്ലാവരും നല്ല അടിപൊളിയായിട്ടുണ്ട്. ബേസിൽ ലവ് യു ബേസിൽ ജോസഫ്, നിങ്ങൾ പൊളിയായിട്ടുണ്ട് ബേസിൽ ജോസഫ്. നിങ്ങളോട് ഭയങ്കര, എനിക്ക് നിങ്ങളോട് പ്രത്യേകിച്ച് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല സീരിയസ്ലി. ജയജയ്ക്ക് മാത്രമാണ് എനിക്ക് നിങ്ങൾ ഇഷ്ടമുണ്ടായത്. പക്ഷെ നിങ്ങൾ ഓരോ സിനിമകൾ കാണുമ്പോഴും നിങ്ങൾ വല്ലാതെ അങ്ങ് ഹൃദയത്തിലേക്ക് കയറുന്നു. മിസ്റ്റർ ബേസിൽ, you're such a fantabulous actor. Keep going. And ടീംസ്, അതുപോലെ ഈ പറയുന്ന സംവിധായകരോട് എനിക്ക് പറയാനുള്ളത്, മനോഹരമായിട്ടുള്ള അദ്ദേഹം മാക്സിമം അദ്ദേഹം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഫൈനലിൽ എന്തോ എനിക്കറിയില്ല, കുറച്ചുകൂടെ നന്നാക്കാമായിരുന്നു. ക്ലൈമാക്സ് പഞ്ച് പോയി. ക്ലൈമാക്സും കൂടെ നമ്മൾ വേറെ ലെവൽ എത്തിച്ചിരുന്നെങ്കിൽ നിങ്ങൾ വേറെ ലെവലായി പോയേനെ. ഇനിയിപ്പോൾ ഈ പടം എങ്ങനെയാണോ, എന്തായാലും പ്രേക്ഷകർക്ക് ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റുന്നൊരു പടമാണ്. മോശം പടമൊന്നുമല്ല. ഒരു എബോവ് ആവറേജ് വേണമെങ്കിൽ കൊടുക്കാം. ഒരു 10ൽ ഒരു 6 കൊടുക്കാം നമുക്ക്. എനിക്ക് ഞാൻ കാശ് മുടക്കി കാണുന്നതാണ് ഞാൻ എൻ്റെ അഭിപ്രായം പറയണത്. സോ അതാണ് എനിക്ക് പ്രാവിൻ ഗുഡ് ഷാപ്പിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ അടുത്ത പടത്തിന്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരേക്കും, അടുത്ത വിശേഷങ്ങളുമായി വരുന്നവരേക്കും, ബൈ ബൈ ഫ്രം സ്പീച്ച് മേക്കർ.